നമുക്ക് ഈ ലോകത്ത് ആരെ എൻഫോഴ്സ് ചെയ്ത് സ്നേഹിപ്പിക്കാനോ അല്ലെ എൻഫോഴ്സ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ പിടിച്ചു നിർത്താനൊന്നും പറ്റത്തില്ല. എൻഫോഴ്സ്മെന്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണും അതേ റേഞ്ചിൽ തന്നെ. ഞാൻ എങ്ങനെയാണോ അതേ രീതി എക്സാക്റ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവർ രണ്ടുപേരും ഒരേ പീക്ക് ലെവലിൽ തന്നെ ചിന്തിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസ് ഒക്കെ അതേ രീതിയിലുള്ള ആളാണെങ്കിൽ അവർ രണ്ടുപേരുടെയും റേഞ്ച് ഒരേ രീതിയിലൊക്കെ ആണെങ്കിൽ ചിലപ്പം ഈ രണ്ടുപേരുടെയും പ്രണയം ഏറ്റവും ടോപ്പായിരിക്കും ചിലപ്പോൾ ജീവിതത്തിൽ. പക്ഷെ അങ്ങനെയുള്ള അല്ലാത്ത ഒരാളുടെ അടുത്ത് നമ്മൾ എൻഫോഴ്സ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ സെൽഫിഷ്നെസ് അത്ര അധികം നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ ജീവിതം നല്ല രീതിയിൽ പോകത്തില്ല. അപ്പം എപ്പോഴും നമ്മൾ പ്രണയം അല്ലെങ്കിൽ നമ്മുടെ പാർട്ണറെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്, നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണോ ആ സ്വഭാവത്തിൻ്റെ അതേ റീച്ചിൽ തന്നെ ഉള്ള അല്ലെങ്കിൽ ആ റീച്ചിനെക്കാട്ടി ഒരു ഇച്ചിരൂടെങ്കിലും ബെറ്ററായിട്ട് ആ റേഞ്ചിൽ ബെറ്റർ ആയിട്ടുള്ള ഒരാളെ റീച്ച് ചെയ്ത് നിങ്ങൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. അപ്പം നിങ്ങൾ സ്നേഹിക്കുന്നു അതേ തീവ്രത ആ സെൽഫിഷ്നെസ് അവർക്ക് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ അത്രയും പവർഫുള്ളായിട്ട് നിങ്ങൾ എൻഗേജ് ചെയ്ത് സ്നേഹിക്കാൻ പറ്റുന്ന കഴിവുള്ള ഒരാളാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതായിരിക്കും. ഞാൻ എപ്പോഴും സെലക്റ്റീവ് ആയിട്ട് എപ്പോഴും നോക്കുന്നൊരു കാര്യമുണ്ട്. ഒരിക്കലും എൻ്റെ ഒരു റേഞ്ച് വെച്ചാൽ ഞാൻ എപ്പോഴും വേറൊരാളെ കാട്ടുന്നത്. അപ്പം ആ ഒരു റേഞ്ചിൽ ഒരിക്കലും ബിലോ ആണെങ്കിൽ ഒരിക്കലും നമ്മളെ ഒരു രീതിയിലൊരു ഫ്രണ്ടായിട്ട് പോലും കരുതാൻ പറ്റുന്ന ഒരു കണ്ടീഷനിൽ ഞാൻ കൊണ്ടുപോകത്തില്ല എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ മിക്കവാറും ഉള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഫ്രണ്ട്സ് ലിസ്റ്റും എനിക്ക് വളരെ കുറവാണ്. അപ്പം അങ്ങനെയുള്ള ഫ്രണ്ട്സൊക്കെ എൻ്റെ കൂട്ട് തന്നെ ആക്റ്റീവും അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ തന്നെ ചിന്തിക്കുന്ന ആൾക്കാരും ഒക്കെ ആയിരിക്കും. അപ്പം പാർട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ അത്രയും ടോപ്പിലായിരിക്കും എനിക്ക് തിരഞ്ഞെടുക്കേണ്ടി വരിക